നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് തുടരുമെന്ന് പറയുന്ന സിനിമയെക്കുറിച്ച്, അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട വാർത്തകൾ, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ വീഡിയോയുമായിട്ടാണ്. വളരെ വേഗത്തിൽ തന്നെ ആ സിനിമയുടെ വാർത്തകൾ സംസാരിച്ചു പോകാമെന്ന് കരുതുന്നത്. സിനിമയെക്കുറിച്ചുള്ള വാർത്തകളല്ല, ആ സിനിമയുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ നേരെ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് തുടരുമെന്ന് പറയുന്ന സിനിമ ജനുവരി 30 റിലീസിംഗ് പ്ലാൻ ചെയ്ത സിനിമയാണ്. റിലീസിംഗ് പ്ലാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലായിട്ടൊന്നും അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അല്ലാതെ തന്നെ പുറത്തു വന്ന വാർത്തയാണ് ജനുവരി 30 ആയിരിക്കും സിനിമ ഇറങ്ങുക എന്നുള്ളത്. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് സിനിമ നിർത്തിവെക്കപ്പെട്ടിരിക്കുന്നു, റിലീസിംഗ് നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് അധികം വൈകാതെ തന്നെ തിയേറ്ററിൽ എത്തുകയും ചെയ്യും എന്നുള്ളതും നമുക്കറിയാവുന്നതാണ്. എന്നാൽ ഈ സിനിമയ്ക്ക് വലിയ കാര്യമായിട്ടുള്ള അറ്റാക്കാണ് പുറത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ആരായിരിക്കും എന്നുള്ളത് ഞാൻ പറയുന്നില്ല, പേരെടുത്ത് പറയുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാം ഏത് ഫാൻസുകാരായിരിക്കും അത്ര വലിയ കാര്യമായിട്ട് അതിനകത്ത് കിടന്ന് അർമാദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഇന്നലെ നമ്മൾ ചെയ്ത വീഡിയോന്റെ താഴെയും അതുപോലുള്ള കുറെ കമന്റുകൾ വന്നിരുന്നു. അത് തന്നെയാണ്, ആ കമന്റുകൾ തന്നെയാണ് ഈ വീഡിയോയ്ക്ക് ഒരു ആധാരമായിട്ട് വന്നിരിക്കുന്നതും. മോഹൻലാലിന്റെ സിനിമകൾ റിലീസ് ചെയ്യാൻ കാശില്ല, മോഹൻലാലിന്റെ സിനിമകൾ OTTക്ക് വേണ്ട, സാറ്റലൈറ്റുകാർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമന്റുകൾ കുറെ കാണാൻ സാധിച്ചു. സിനിമയുടെ ബിസിനസ്സുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. ബിസിനസ്സുമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ എമൗണ്ടുമായിട്ട് ബേസ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ അത് എപ്പോ ഡയറക്റ്റ് OTTക്ക് വേണോ അതല്ല അല്ലാതെ വേണോ എന്നുള്ള രീതിയിലുള്ള ഡിസ്കഷൻസ് നടക്കുന്നുണ്ടാവാം. അതല്ല എന്നുണ്ടെങ്കിൽ എന്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഏഷ്യനെറ്റുമായിട്ടാണ് സിനിമയുടെ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏകദേശം ഫൈനലായി എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ ഞാൻ അറിഞ്ഞതാണ്. ആ റിലീസിംഗ് ആ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ കോപ്പിറൈറ്റുമായി ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. ഇതൊന്നും നമുക്കറിയത്തില്ല. അത് അറിയാവുന്നത് അതിന്റെ പ്രൊഡ്യൂസർക്ക് മാത്രമായിരിക്കും. ഒരു പക്ഷേ അതിന്റെ ഡയറക്ടർക്കും അതിന്റെ കാര്യങ്ങൾ അറിയാമായിരിക്കും. ഡയറക്ടർ അറിയണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലാത്ത ഒരു കാര്യം കൂടിയാണ് ഇത് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ എന്തിനേലും അങ്ങനെയുള്ള ഒരു സമയത്ത്, അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു കാര്യം നിലനിൽക്കുന്ന സമയത്ത് ആ സിനിമയെ അങ്ങോട്ട് ആക്രമിച്ച് കൊല്ലുക എന്ന് പറയുന്ന ഒരു പ്രവണത കാണിക്കുന്ന ഫാൻസിനെ, അത് ഫാൻസ് എന്ന് വിളിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഒരു സിനിമ ഇറങ്ങട്ടെ, അല്ലെങ്കിൽ വേണ്ട, ഇറങ്ങണതിന് മുമ്പ് തന്നെ നിങ്ങൾ തുടങ്ങിക്കോളൂ. പക്ഷെ അത് ആ ഇറങ്ങണ സമയത്ത് തുടങ്ങിയാൽ പോരെ. അതിന്റെ റിലീസിംഗ് ഡേറ്റ് പോലും പ്ലാൻ ചെയ്യാത്ത ഒരു സിനിമയെ കുറിച്ച് ഇപ്പോഴേ തന്നെ തുടങ്ങേണ്ട കാര്യം. ഒരു ചങ്ങാതിയുടെ കമന്റ് ഞാൻ ഇന്നലെ കാണുകയുണ്ടായി. എനിക്ക് അത് അപ്പോൾ മറുപടി ആ കമന്റിൽ കൊടുക്കണമെന്ന് ഞാൻ കരുതിയതാണ്. അതിനകത്ത് കേട്ടത് ഇങ്ങനെയാണ്: തുടരുമെന്ന് പറയുന്ന സിനിമ 30 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ് തുടങ്ങിയ സിനിമയാണ്. 130 ദിവസം ഷൂട്ട് ചെയ്തു, ഇപ്പോഴും ഷൂട്ടിംഗ് തീർന്നിട്ടില്ല. ഈ സിനിമ എവിടെ പോയി അവസാനിക്കുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞൊരു കമന്റ് കണ്ടിരുന്നു. തുടരുമെന്ന് പറയുന്ന സിനിമ 30 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് തീർക്കുമെന്ന് ഞാൻ ഒരിടത്തും കണ്ടില്ല. പിന്നെ 130 ദിവസം ഒന്നും സിനിമയുടെ ഷൂട്ടിംഗ് നടന്നതായിട്ടും എന്റെ അറിവിലില്ല. അതിന്റെ പകുതി ദിവസം കൊണ്ട് സിനിമ പൂർത്തിയായി, പറഞ്ഞ ടൈമിൽ തന്നെ സിനിമ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. വളരെ ചുരുങ്ങിയ ചെലവിലാണ് ആ സിനിമ പിടിച്ചിരിക്കുന്നതെന്നും എനിക്ക് അറിയാൻ സാധിച്ചു. പിന്നെ ഒരു കാര്യം കൂടി, അയാൾ ഉദ്ദേശിച്ച സിനിമ മാറിപ്പോയി എന്ന് തോന്നുന്നു. തുടരൂ എന്ന് പറയുന്ന പടമല്ല ഈ തുടർന്ന് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. റിലീസിംഗ് പ്ലാൻ ചെയ്ത് 5 പ്രാവശ്യം മാറ്റിവെച്ച ഒരു മമ്മൂട്ടി പടം അവിടെ ഇരിക്കുന്നുണ്ട്. അത് ഇനിയും അതിന്റെ 2 ദിവസത്തെ പാച്ച് വർക്ക് ബാക്കിയുണ്ട് എന്നുള്ളൊരു വാർത്തയും കേൾക്കുന്നുണ്ട്. എന്താണ് സത്യമെന്ന് അറിയത്തില്ല. ചിലപ്പോൾ ഇതേപോലെ തന്നെ ഫാൻസുകാർ തള്ളിവിടുന്നതായിരിക്കാം. എന്ത് തന്നെയായാലും നിലവിൽ 3 പ്രാവശ്യം റീഷൂട്ട് ചെയ്ത ഒരു സിനിമ ഇനിയും ഷൂട്ട് ചെയ്യാനുണ്ട് എന്ന് പറയുകയും അതിന്റെ റിലീസിംഗ് അനന്തരമായിട്ട് നീണ്ടുപോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ അപ്പുറം നിൽക്കുമ്പോഴാണ് റിലീസിംഗ് ഡേറ്റ് പറയാത്ത ഒരു സിനിമ ജനുവരി 30 ഇറങ്ങുമെന്നുള്ള ഊഹാപോഹം ഉണ്ടായിരുന്ന സിനിമയുടെ റിലീസിംഗിനെ പറ്റി അവരിപ്പോഴും പറയാത്തത് കൊണ്ട് ഇതുപോലുള്ള ആക്രമണം നടക്കുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക, ഈ ആക്രമിക്കാൻ വരുന്നവർ. അപ്പോൾ ആരും മോശക്കാരല്ല, ആരും ഇതല്ല. പിന്നെ കൃത്യമായിട്ട് അറിയാം ഈ സിനിമ എന്തായാലും നല്ല സംവിധായകനാണ്, പണി ചെയ്ത് വ്യക്തമായിട്ട് അദ്ദേഹം തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ തുടരുമെന്ന് പറയുന്ന സിനിമ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡയറക്ഷൻ സൈഡിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്കുകളൊന്നും ഉണ്ടായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ കാശുള്ള പ്രൊഡ്യൂസറാണ്, ഇഷ്ടംപോലെ കാശുള്ള വ്യക്തിയാണ്, ചെയ്ത സിനിമകളെല്ലാം തന്നെ ഹിറ്റായിട്ടുള്ള ഒരു വ്യക്തിയുമാണ്. അങ്ങനെ ചെറുപറാന്ന് സിനിമ ചെയ്യാത്ത ഒരു വ്യക്തിയുമാണ്. അപ്പോൾ അദ്ദേഹം കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് പ്രൊഡ്യൂസർ അസോസിയേഷന്റെ തലപ്പത്തിരിക്കുന്ന ഒരാള് അതുപോലെ ഒരു പടം ചെയ്യുമ്പോൾ ആ സിനിമ സാമ്പത്തിക പ്രതിസന്ധി മൂലം നിന്നുപോകുമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് കാഴ്ചശക്തിയും കേൾവിശക്തിയും ഓർമ്മശക്തിയും ഒന്നുമില്ലാത്ത ഒരു മനുഷ്യൻ പോലും അല്ലാത്ത വേറെ ഏതോ ജീവിയാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ഞാനത് വിശ്വസിക്കാം. അല്ലാത്ത പക്ഷം എനിക്ക് ആ സാമ്പത്തിക പ്രതിസന്ധി മൂലം നിന്നുപോയി എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ കഴിഞ്ഞ ദിവസം അതിന്റെ ഡയറക്ടറുടെ ഒരു സംഭാഷണം ഞാൻ കേട്ടിരുന്നു, അല്ലെങ്കിൽ ഒരു ഫോൺ സംഭാഷണം മറ്റോ കേട്ടിരുന്നു.
അത് ഡയറക്ടറാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അദ്ദേഹത്തിന് അറിയത്തില്ല, അദ്ദേഹത്തിന്റെ സൗണ്ട് ഞാൻ നേരത്തെ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ സത്യാവസ്ഥ എനിക്ക് അറിയത്തില്ല. എന്നിരുന്നാൽ പോലും അത് ഡയറക്ടറാണ് ആ പറഞ്ഞത് എന്നുള്ളത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളത് കേൾക്കുകയാണെങ്കിൽ അതിനകത്ത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. വേറെ തടസ്സമൊന്നുമില്ല, പടം പൂർത്തിയായിട്ട് ഇരിക്കുന്നതാണ്. എന്നാൽ ചില ബിസിനസ് സംബന്ധമായിട്ടുള്ള ചില സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളത് അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്. മലയാള സിനിമയിൽ പൊതുവെ ബിസിനസ് ഡള്ളാണ് എന്നുള്ളത് സത്യമാണ്. പൊതുവെ മലയാള സിനിമയിൽ ബിസിനസ് ഡള്ളാണ്. അത് ഒരു നടന്റെയും സിനിമ ബിസിനസ് നടക്കുന്നില്ല. റിലീസിന് ശേഷം മാത്രമാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്, ബിസിനസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാൾ അപ്പുറമായിട്ട് വളരെ ഭീകരമായിട്ടുള്ള അവസ്ഥ അവിടെ വേറെ ഒരെണ്ണം നിലനിൽക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മലയാള സിനിമയ്ക്ക് വേണ്ടി ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ഒരു വർഷം വെറും 10 സിനിമകൾ മാത്രമാണ് മലയാളത്തിൽ നിന്ന് എടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആമസോൺ ആണെങ്കിൽ അതിന്റെ 12ഓ 13ഓ സിനിമ മാത്രമാണ് ഒരു വർഷം മലയാളത്തിൽ നിന്ന് എടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് അവര് അൺഒഫീഷ്യലായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടികളാണ് കഴിഞ്ഞ 2 വർഷമായിട്ട്. ഈ 2 ടീമുകളാണ് ഏറ്റവും കൂടുതലായിട്ട് കാശ് നമുക്ക് തരുന്നത്. മറ്റുള്ളവരൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാശിന്റെ കാര്യത്തിൽ ചെറിയൊരു പിടിവലി വരും. മാത്രമല്ല ഇവര് ഈ നെറ്റ്ഫ്ലിക്സും ആമസോണും എടുക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഘടകം എന്താണെന്ന് വെച്ചാൽ സാറ്റലൈറ്റ് വേറെ ടീമിന് മറച്ചു വിൽക്കാനും പറ്റും. അപ്പോൾ 2 ബിസിനസ് അവിടെ നടക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ സാറ്റലൈറ്റും OTTയും ഒരുമിച്ച് വേണം കൊടുക്കാനായിട്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാം, സോണി ലിവ് ആയാലും ബാക്കിയുള്ളവരൊക്കെ ആയാലും അവർക്ക് OTT പ്ലാറ്റ്ഫോമിന്റെയും അതുപോലെ തന്നെ ആമസോണിന്റെ ടിവിയുടെയും റേറ്റ് ഒരുമിച്ചാണ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് വലിയ കാര്യമായിട്ടുള്ള നഷ്ടം എന്ന് പറഞ്ഞാൽ കിട്ടാനുള്ള കാശ് വലിയ കാര്യമായിട്ട് കുറവ് പ്രൊഡ്യൂസേഴ്സിന് ഉണ്ടാകും. ആ ഒരു സംഭവമാണ് ഇവിടെ ഒരു വലിയ ഒരു വിഷയമായിട്ട് മലയാള സിനിമ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ ഒന്ന് ഊഹിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് സിനിമ തിയേറ്ററുകളിൽ എബോവ് ആവറേജോ പോയ പല സിനിമകളും ഇതുവരെ OTTയിലേക്ക് എത്തിയിട്ടില്ല. കഴിഞ്ഞ 3 സിനിമകൾ, ദിലീപ് നായകനായി വന്ന 3 സിനിമകളിൽ ഒരു സിനിമ മാത്രമാണ്, പവി കെയർടേക്കർ മാത്രമാണ് OTT റിലീസായിട്ട് എത്തിയിരിക്കുന്നത്. മറ്റ് 2 സിനിമകളും ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടത് അത് യൂട്യൂബിൽ റിലീസ് ചെയ്യിപ്പിക്കാൻ പോകുന്നു എന്നാണ്. യൂട്യൂബിൽ ഒരു പടം റിലീസ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അത് ആജീവനാന്തം ഓടിക്കിട്ടാൻ പോകുന്ന 2 ലക്ഷമോ 3 ലക്ഷമോ രൂപ മാത്രമാണ്. OTTയിലാണെങ്കിൽ എത്ര കോടിയാണ് കിട്ടാൻ പോകുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ അവിടെ ബിസിനസ് നടക്കാതെ വരുമ്പോഴാണ് ഈ യൂട്യൂബ് പോലെയുള്ള ഏരിയകളിലേക്ക് സിനിമകൾ റിലീസുമായിട്ട് എത്തുന്നത്. അപ്പോൾ ഇതൊക്കെ വച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ സിനിമയുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ബിസിനസ്സുമായി ബേസ് ചെയ്തിട്ടുള്ളതാണെന്ന്. ഇപ്പോൾ OTT എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏഷ്യനെറ്റ് ആണ് ഇതിന്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഏഷ്യനെറ്റ് ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ സാധാരണ OTTയിലും അതുപോലെ തന്നെ ഇതും കൊടുക്കുന്ന സമയത്ത് കിട്ടുന്ന എമൗണ്ടിന്റെ പകുതി മാത്രമേ ഏഷ്യനെറ്റ് എടുക്കുമ്പോൾ കിട്ടുകയുള്ളൂ. അതിന്റെ കാരണം എന്ന് പറയുന്നത് അവർക്ക് സ്വന്തമായിട്ട് OTT പ്ലാറ്റ്ഫോം ഉണ്ട്, അവർക്ക് സ്വന്തമായിട്ട് TV ചാനലും ഉണ്ട്. അപ്പോൾ ഇതിന് രണ്ടും കൂടി ഒരു ഡിസ്കൗണ്ട് പ്രൈസ് മാത്രമായിരിക്കും അവരവിടെ ഓഫർ ചെയ്യുക. അതിന്റെ പേരിലൊക്കെയുള്ള ഡിസ്കഷൻ ആയിരിക്കും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ത് തന്നെയായാലും സിനിമ ഈ പറഞ്ഞ പോലെ റിലീസ് ചെയ്യുന്നത് എന്നാണെന്ന് പോലും അറിയാത്ത സിനിമകളെ കുറിച്ച് ആക്രമണം, ഒറ്റയും തെറ്റയുമായിട്ടുള്ള ആക്രമണങ്ങൾ ഇപ്പോൾ നമ്മൾ എമ്പുരാനെ പേരിൽ കാണുന്നുണ്ട്, പല സിനിമകളുടെയും പേരിൽ കാണുന്നുണ്ട്. പക്ഷെ ഒരു ആക്രമണം അത് പ്ലാൻ ചെയ്തിട്ട് നടക്കുന്ന ആക്രമണം പോലെ തോന്നുന്നു എന്നുണ്ടെങ്കിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു.